ഗാസയിലെ സമാധാന ചർച്ചകൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഒരു തടവറയിലെ ഇരുണ്ട കോണിലേക്ക് തിരിയുകയാണ്. എന്താണെന്നോ? പലസ്തീനിലെ ജനപ്രിയ നേതാവ് മർവാൻ ബർഗൂത്തിയുടെ മോചനത്തെ വിരൽ ചൂണ്ടുന്നു. മർവാൻ ബർഗൂത്തിയെ സമാധാന കരാറിന്റെ ഭാഗമായി വിട്ടയക്കില്ലെന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത്. ഹമാസ് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന മറ്റ് പ്രമുഖ തടവുകാരെ മോചിപ്പിക്കാനും ഇസ്രയേൽ വിസമ്മതിക്കുന്നു. വെള്ളിയാഴ്ച ഇസ്രയേൽ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച 250ഓളം തടവുകാരുടെ പട്ടിക അന്തിമമാണോ എന്നതിലും വ്യക്തത വന്നിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ബർഗൂത്തിയെ ഒരു ഭീകര നേതാവായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. 2004 ഇസ്രയേൽ 5 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ബർഗൂത്തി നിലവിൽ 1-ലധികം ജീവപര്യന്ത തടവ് ശിക്ഷകൾ അനുഭവിക്കുകയാണ്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇസ്രയേൽ ബർഗൂത്തിയെ ഭയപ്പെടുന്നുവെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ഇരുമ്പഴിക്കുള്ളിലാണെങ്കിലും ബർഗൂത്തി പലസ്തീൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഇന്നും കെടാത്ത പ്രതീക്ഷയാണ്. അദ്ദേഹത്തെ പലസ്തീനികളെ ഒന്നിപ്പിക്കാൻ കഴിവുള്ള ശക്തനായ നേതാവായും നിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന സമാധാനത്തിന്റെ വക്താവായും പലരും കാണുന്നു. എന്നാൽ ഇസ്രയേൽ അദ്ദേഹത്തെ 5 കൊലപാതക കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ഉയർന്ന തലത്തിലുള്ള പ്രതിയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ വെടിനിർത്തൽ ചർച്ചകളിൽ പോലും ബർഗൂത്തിയുടെ മോചനം ഇസ്രയേൽ സ്ഥിരമായി നിഷേധിച്ചു. ബർഗൂത്തിയുടെ മകൻ പറഞ്ഞതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സമാധാനത്തിന് ഒരു പങ്കാളിയെ വേണ്ട എന്ന ചിന്തയാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് തടസ്സം നിൽക്കുന്നത്. കാരണം അഴിമതിയായാലും ഇസ്രയേലിന്റെ കർശന നിയന്ത്രണങ്ങളായാലും ദുർബലമായ പലസ്തീൻ അതോറിറ്റിക്ക് പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന് ശേഷം നേതൃത്വം നൽകാൻ സാധ്യതയുള്ള ഏകീകൃത നേതാവായിട്ടാണ് പലസ്തീനികൾ ബർഗൂത്തിയെ കാണുന്നത്.